ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മളിങ്ങനെ നേരി കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? ആ കുട്ടീൻ്റെ പിറന്നാളിൻ്റെ വീഡിയോ ഒക്കെ ആയിരുന്നു നമ്മളിട്ടത്. ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ കുറച്ച് ദിവസമായി. ഇന്നേ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞോളാമെന്നുണ്ടെങ്കിൽ പറ. നമ്മുടെ ഇന്നത്തെ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഗിഫ്റ്റ്. ഒത്തിരി പേര് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരാറുണ്ട്. ഒരുപാട് സാധനങ്ങൾ അയച്ചു തരാറുണ്ട്. കുറേ ഒന്നും നമ്മൾ കാണിക്കാറില്ല കേട്ടോ. ഒത്തിരി നമ്മൾ കാണിക്കാറില്ല. വേറൊന്നും കൊണ്ടുമല്ല, അവർ പറയും ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞ് വരുന്നതൊന്നും നമ്മളങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ഈ ഗിഫ്റ്റ് എന്തായാലും എനിക്കൊന്ന് കാണിക്കണം എന്ന് തോന്നി കേട്ടോ. ഇവിടെ നിന്നല്ല നമുക്ക് വന്നേക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് ഒരു സിസ്റ്റർ അയച്ചു തന്നാണ് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താ വന്നതെന്നൊക്കെ. കുറച്ച് പേരോട് ഞാൻ പറഞ്ഞു ഇന്നതുപോലെ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളും ഈ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ വന്നൊരു ഗിഫ്റ്റാണ്. അതിനകത്തുള്ളതാണ് ആ അമ്മ പൂച്ചയും കുഞ്ഞിപ്പൂച്ചയും അതിനകത്തുള്ളതാണ് കേട്ടോ. ഞാനും അതുകൂട്ടിയാന്ന് പറഞ്ഞ് തന്നാണ്. അതുകൊണ്ട് ഞങ്ങളത് അവിടെ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് കണ്ടോ, ഞങ്ങൾ എപ്പോഴും കാണാൻ പാകത്തിന് തൂക്കിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നിടത്ത്. അതെ കേട്ടോ, ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്നിടത്ത് അത് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിലപ്പോൾ ആ ഗിഫ്റ്റ് കാണിക്കുമ്പോൾ ആദൂട്ടീനെ ഒന്ന് നിലത്ത് കിടത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദൂട്ടീനെ ഒന്ന് നിലത്ത് കിടത്തേണ്ടി വരും ചിലപ്പം. കാരണം കിടക്കാനൊക്കെ നല്ല മടിയാണ്. പിന്നെ അതൊന്ന് കാണിക്കണമെങ്കിൽ നിലത്ത് കിടത്തണം. നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. നമുക്ക് വരുന്ന എല്ലാ ഗിഫ്റ്റും അതുപോലെയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. എന്നാലും ഇന്നത്തെ ഇഷ്ടപ്പെട്ടോ മോന്? ഇഷ്ടപ്പെട്ടോ? ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കതെന്താന്ന് കാണാം. അങ്ങനെ നമുക്ക് വന്ന ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഞാനല്ല പൊട്ടിച്ചത്, നമ്മുടെ മാളുകൊച്ചാണ് പൊട്ടിച്ചത്. നമ്മൾ വയനാട്ടിലായിരിക്കുമ്പോഴാണ് കേട്ടോ ഗിഫ്റ്റ് വന്നത്. ആദൂട്ടി ഇങ്ങോട്ട് നോക്കി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ആദൂട്ടിനെ കിടത്താതെ നമുക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആദൂട്ടിനെ അവിടെ കിടത്തിയത്. ഇതേ ഒന്നാമത്തെ ഇതാണ് കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ തരുന്നത്. അതെ, ചുരിദാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി, എൻ്റെ ഈ ചിരി കണ്ട് അറിയത്തില്ലേ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, എനിക്ക് കറക്റ്റ് പാകമൊക്കെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിസ്റ്ററെ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിസ്റ്റർക്ക് സംശയമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ സംശയമായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചുരിദാർ. മോൻ ഇഷ്ടപ്പെട്ടോ? അതൊക്കെ ഇഷ്ടപ്പെട്ടോ? രണ്ടാമത്തെ ചുരിദാറ് ഈ പ്രാവശ്യം വന്ന ഗിഫ്റ്റ് എല്ലാം എനിക്കാണ് കേട്ടോ. ഇതേ ഇത് സൂപ്പറാണ് കേട്ടോ. ഇത് പറഞ്ഞൊരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഒത്തിരി മനസ്സ് നിറഞ്ഞ സന്തോഷമാണ്. അത് എനിക്ക് കറക്റ്റ് പാകമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഫിസിയോതെറാപ്പി ഒക്കെ പോകുമ്പോൾ നല്ല സുന്ദരിയായി പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണേ. തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് വന്നത്. അതെ, ഇതുണ്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രണ്ടാമത്തെ. പിന്നെ മോൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, ഇത് മൂന്നാമത്തെ കേട്ടോ. ഇത് നല്ല കോളറൊക്കെ വെച്ച അടിപൊളി ചുരിദാറേ. അതെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് മൂന്നാമത്തെ കേട്ടോ. നല്ല ഇറക്കമൊക്കെ ഉണ്ട്. ഇതേ കോളറൊക്കെ ഉള്ളതാണ്. എനിക്ക് കോളറുള്ളത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഇതേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്തായാലും സിസ്റ്റർ ഇത് മാത്രമല്ല, നമ്മുടെ ആദൂട്ടിക്ക് വേണ്ടിയിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇരുന്ന് പാവട്ടോ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളാണേലും ഒത്തിരി കേട്ടോ. ഒത്തിരി സന്തോഷമാണ് എനിക്ക്. ഇതേ അടുത്തത്
അടുത്ത ചുരിദാർ ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മനസ്സ് നിറഞ്ഞു പറയുവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കൊന്നും പറഞ്ഞ ഒരാളെ ഒരു സാധനമൊക്കെ മേടിച്ചു തരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ നമ്മളെന്തോരം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ. അപ്പം ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ആ ചുരിദാറൊക്കെ കാണിച്ചു കഴിഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചേട്ടൻ പോയിട്ട് സൈക്കിള് അവൻ്റെ വണ്ടിയിൽ പോയി ചവിട്ടി കേട്ടോ. അപ്പം ഇപ്പം അതിൽ കയറണം തോന്നുന്നു. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ആളെ നോക്കണം, അതുകൊണ്ട് എടുക്കാൻ പറ്റിയല്ല. ദേ സൂപ്പറല്ലേ, നന്നായിട്ട് ചേരും കേട്ടോ. അതെ നന്നായിട്ട് ചേരും. അടുത്തത് ഇതാണ് കേട്ടോ. സിസ്റ്റർ എനിക്ക് മേടിച്ച് അവിടെ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. പുളിയാണ്, നല്ല തുണിയാണ് കേട്ടോ. നല്ല തുണി എന്ന് പറഞ്ഞാൽ നല്ല തുണി, ഒത്തിരി ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാനിത് സാവധാനം ഓരോന്നായിട്ട് തയ്ച്ച് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് വന്നത് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ ചുരിദാർ മോന് ഇഷ്ടമായോ? ആദൂന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആദൂട്ടിക്കും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ വരുന്നതും പിന്നെ മാളൂരും ചേച്ചിക്ക് ചേട്ടനും പുതിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 3 ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വന്നിട്ട് 5 ചുരിദാർ കേട്ടോ. 5 ചുരിദാർ. പിന്നെ ഇന്നലെ 2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ കിട്ടിയോന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുത്ത് കാണിക്കാവേ. ഇതാണ് കേട്ടോ. പിന്നെ വന്നത് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഷാളാണ് കേട്ടോ. ചുരിദാറിന്റെ ഷാളുകള് നല്ല വലിപ്പമൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ചാനൽ തുടങ്ങിയിട്ട്. എനിക്കെന്നും പറഞ്ഞ ഒരു സാധനം ആദ്യമായിട്ടാണ്. വലിയ ഷാളാണ് കേട്ടോ. നല്ല അടിപൊളി ഷാള്. പിന്നെ ഇതൊരു ഷാളാണ് കേട്ടോ. ഷാള് ഇതും ഒരു ഷാള് കേട്ടോ. ഇത്രയും സാധനമാണ് നമുക്ക് വന്നത്. മനസ്സ് നിറഞ്ഞു പറയാണ് സിസ്റ്ററെ. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. സിസ്റ്റർ അതിൽ കൂടുതൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിന് ഹോസ്പിറ്റലിൽ പോകാൻ എന്ത് ആവശ്യങ്ങൾക്കും എന്നെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഇത് ഏത് കണ്ണിൽ കൂടി വേണേൽ എടുക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ സൂക്ഷിച്ച് ഞാൻ എടുത്തു വെച്ചതാണ്. ഇനി ഇത് തയ്പ്പിച്ചിട്ട് ഇട്ടിട്ട് ഞാൻ കാണാം കേട്ടോ. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവരെയും. ആദൂട്ടി അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. ആദൂട്ടിക്ക് ഒരുപാട് 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 സന്തോഷമായി കേട്ടോ. ഇതെല്ലാം മടക്കി വെച്ചിട്ട് ആദൂട്ടീനെ കൊണ്ട് വൈൻഡപ്പ് പറയാൻ വരാവേ. വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നേരം നിലത്ത് കിടത്തിയില്ലേ. നിലത്ത് കിടത്തിയപ്പോൾ കുഞ്ഞുമാവയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. ആ പനി കഴിഞ്ഞേ പിന്നെ നിലത്ത് കിടക്കിയല്ല കേട്ടോ. നല്ല കച്ചറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കച്ചറയാണ് കേട്ടോ. പിന്നെ ഉണ്ണിച്ചേട്ടനോ മാളു ചേച്ചി ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി നേരം നിലത്ത് കിടക്കും. പക്ഷെ കയ്യിലെടുത്ത് പിടിച്ചാൽ ചിരിയുമാണ്. ഇനിയിപ്പോൾ പല്ല് മൊത്തം കേടല്ല, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വേദന ഇതുകൊണ്ട് മൊത്തം കേടാ.
അപ്പോൾ ഉള്ളിലേക്കൊക്കെ വേദന ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോവല്ലേ, കാണിക്കണം. പിന്നെ നമ്മൾ അന്ന് കോഴിക്കോട് പോയതും അന്നത്തെ ഒരു ഇച്ചിരി വീഡിയോ ഉണ്ട്, എല്ലാം കൂടി കൂട്ടി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടിടാം. എന്തായാലും എല്ലാവരും ചുരിദാറൊക്കെ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ചുരിദാറും ഇഷ്ടപ്പെട്ടു കേട്ടോ. സിസ്റ്ററെ ഒത്തിരി 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 താങ്ക് യു കേട്ടോ. പേര് പറയുന്നില്ല, ആളാരാന്ന് പറയുന്നില്ല. എന്തായാലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നായി വന്നതാണ്, എന്നാലും ഒത്തിരി സ്നേഹം മാത്രം. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുകൊണ്ട് അമ്മയ്ക്കും വന്നത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അതെല്ലാവരും കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.